ഇന്ന് ഉയർപ്പ് ദിനം. ഉയർപ്പിൻ്റെ പ്രത്യാശയും ഉയർപ്പിൻ്റെ സന്തോഷവും ഇന്ന് എല്ലാ ഹൃദയങ്ങളെയും ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മ നമ്മെ അതിനായി പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർപ്പിക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്താണ് അന്വേഷിക്കേണ്ടത്? ഈ ഭൂമിയിൽ നമ്മെ തൃപ്തരാക്കുവാൻ, സന്തുഷ്ടരാക്കുവാൻ, നമ്മളെ ബലമുള്ളവരാക്കുവാൻ, പ്രത്യാശയുള്ളവരാക്കുവാൻ പര്യാപ്തമായ ഏത് കാര്യമാണ് നാം അന്വേഷിക്കേണ്ടത്? ക്രിസ്തു നമുക്ക് നൽകുന്ന ജീവൻ, അത് നിത്യമായ ജീവനാണ്. ഈ ജഡത്തിൻ്റേതായ പ്രലോഭനങ്ങൾ നമുക്ക് നൽകുന്ന ജീവൻ ക്ഷണികവും നാശത്തിലേക്ക് നയിക്കുന്നതുമാണ്. എന്നാൽ ക്രിസ്തു നൽകുന്നത്, കുരിശിൽ താൻ ജയം കൊണ്ടാടി ലോകത്തിന് നൽകിയ ജീവൻ നിത്യമായ ജീവനാണ്. ആ ജീവൻ അന്വേഷിക്കുവാനാണ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. നാം അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളതാണ്. ഉയരത്തിൽ എന്താണുള്ളത്? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്. ക്രിസ്തു ലോകത്തെ ജയിച്ച് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക, ജയാളിയായിരിക്കുകയാണ്, പരാജിതനല്ല. ക്രിസ്തു നമ്മെ രക്ഷിപ്പാൻ മതിയായ ഒരു കർത്താവാണ്, ഒരു വീരയോദ്ധാവാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ബലം പ്രാപിക്കണം. എന്തിനുള്ള ബലം? സഹനത്തിനും ക്ഷമയ്ക്കും സ്നേഹത്തിൽ കൂടിയുള്ള വ്യാപാരത്താൽ ലഭിക്കുന്ന ബലം. ദൈവ സൃഷ്ടിയെയൊക്കെയും നാം സ്നേഹിക്കുമ്പോൾ മാത്രമേ ഈ ബലം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്ത് ആണ് നമുക്കുള്ളത്? 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നമ്മളെ ഓർപ്പിക്കുക, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്, നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. നശിച്ചു പോകാത്ത സന്തോഷം, നശിച്ചു പോകാത്ത ആനന്ദം, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതായുള്ള ശക്തി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള പ്രമോദം, അത് വേണം അന്വേഷിക്കുവാൻ. ഈ ലോകത്തിലേതൊക്കെയും താൽക്കാലികം മാത്രമാണ്. ഒടുവിൽ നമ്മെ പരാജയത്തിലേക്കോ നാശത്തിലേക്കോ കൊണ്ടെത്തിക്കും. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ ഒരു ശരീരത്തോടെ ഉപമിക്കുകയാണല്ലോ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ദൈവികമായ വളർച്ച പ്രാപിക്കുവാൻ അത്യാവശ്യമായിരിക്കുന്നത് സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിക്കുവാൻ തമ്മിൽ ബന്ധപ്പെട്ട് തലയായവനിൽ നിന്നും ചൈതന്യം ലഭിക്കണം. തലയായ ക്രിസ്തുവിനെ മറന്നുകൊണ്ട് തമ്മിലുള്ള
ബന്ധം സമാധാനപൂർണ്ണമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. തലയായ ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് തമ്മിൽ പരിപോഷിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എല്ലാവരുടെയും വശത്തു നിന്നും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും ഒക്കെയും അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് തമ്മിൽ ബന്ധപ്പെടുവാൻ കഴിയുന്നുള്ളൂ. നാം എന്തെങ്കിലും സാധനങ്ങൾ പണിയുമ്പോൾ നിർജീവ വസ്തുക്കളെ കൊണ്ടാണല്ലോ പണിയുന്നത്. കല്ലുകൊണ്ടോ മരം കൊണ്ടോ പണിയുമ്പോൾ അവ തമ്മിൽ യോജിപ്പിച്ച് എന്തെങ്കിലും പണിതെടുക്കണമെങ്കിൽ ഏത് വസ്തുവായാലും അത് ആയിരിക്കുന്ന അവസ്ഥയെ കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവയുടെയൊക്കെയും ഓരോരോ ഭാഗങ്ങൾ വെട്ടിമാറ്റിയോ ചെത്തിമാറ്റിയോ രാഗി മാറ്റിയോ എങ്ങനെയെങ്കിലും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുന്നു. അപ്പോൾ മാത്രമേ അതിൽ കൂടെ ചൈതന്യം അല്ലെങ്കിൽ ജീവനുള്ള അല്ലെങ്കിൽ പ്രയോജനമുള്ള വസ്തുവായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ നിർജീവ വസ്തുവും വെവ്വേറെ നിലകൊണ്ടാൽ അതിൽ തന്നെയും ജീവനില്ല, മറ്റാർക്കും പ്രയോജനവുമില്ല. എന്നാൽ തമ്മിൽ ബന്ധപ്പെടുവാൻ വേണ്ടി തന്നിലുള്ള പലതിനെയും വെട്ടിമാറ്റുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ സമൂഹം കെട്ടിപ്പണിയുവാനായിട്ട് സാധിക്കും. സമൂഹം കെട്ടിപ്പണിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് തലയായ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് ചൈതന്യം പ്രാപിക്കേണ്ടത്. എങ്ങനെയാണ് ചൈതന്യം പ്രാപിക്കുന്നത്? സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിക്കണം. ഒരു ശരീരത്തിൽ നമ്മുടെ അവയവങ്ങൾ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് സന്ധികളാലാണ്. അവയ്ക്ക് ചൈതന്യം ലഭിക്കുന്നത് ഞരമ്പുകളാലാണ് എന്ന് നമുക്കറിയാം. ആത്മീയ ജീവിതത്തിൽ ഒരു സമൂഹം ഒന്നു ചേർന്ന് പോകണമെങ്കിൽ ഈ സന്ധികളാൽ തമ്മിൽ ബന്ധിക്കപ്പെടുവാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. നമ്മെ തന്നെ വിട്ടുകൊടുത്ത് നമ്മിൽ കൂടെ ഒഴുകുന്ന ഞരമ്പുകൾ, ആ ഞരമ്പുകളിൽ കൂടി ജീവൻ്റെ ചൈതന്യം, തലയായ ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം ഈ നിർജീവ വസ്തുവിൽ കൂടെ, നിർജീവ ശരീരങ്ങളിൽ കൂടെ ഒഴുകുമ്പോൾ നമ്മുടെ ശരീരം ജീവനും മാനവുമുള്ള പാത്രമായി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നതായിത്തീരുന്നു. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ തലയായ ക്രിസ്തു ആരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ തലയായ ക്രിസ്തു ആരാണെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവനാണ്. ഈ ലോകത്തിൻ്റേതായുള്ള വാഴ്ചകൾ, ഈ ലോകത്തിൻ്റെ അധികാരങ്ങൾ, അവയൊക്കെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവാണ് നമ്മുടെ തലയായവൻ, നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയുടെ തലയായവൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ തലയായവൻ, നമ്മുടെ സ്ഥാപനങ്ങളുടെ തലയായവൻ, നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ തലയായവൻ. അവയിലൊക്കെയും
ഈ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ ഭരണം നടത്തുവാൻ സാധ്യതയുണ്ട്. കാരണം നാം ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട്. ഈ ജഡത്തിൽ നിന്ന് വിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജഡാഭിലാഷത്തെക്കുറിച്ച് പുസ്തകം പറയുന്നത് ജഡാഭിലാഷം അടക്കുവാൻ കഴിയാത്തതാണ്. അത് അഭിലാഷത്തിൻ്റെ വഴിയെ നാം പോയാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ശരീരങ്ങളെയും മനസ്സുകളെയും അടക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമായി അവ നമ്മെ നിയന്ത്രിക്കുകയും നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന് സൗരഭ്യവാസനയുള്ളതായി തീരുവാൻ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ അനുഭവത്തിൽ കൂടെ പോവുക. കുരിശിലാണല്ലോ കർത്താവ് മരിച്ചത്. കുരിശിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ച് ജയോത്സവം നേടുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരു ഉപാധിയിലും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിക്കുവാൻ സാധ്യമല്ല. അവ നമ്മെ പ്രചോദിപ്പിക്കുകയല്ല. വാഴ്ചകളും അധികാരങ്ങളും നമ്മെ പ്രലോഭിപ്പിക്കുകയല്ല വേണ്ടത്. അവയെ അടക്കി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള പ്രമോദങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അതിന് നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവുമായുള്ള നിരന്തര ബന്ധത്തിൽ, നമ്മുടെ സഹജീവികളുമായുള്ള ഐക്യത്തിൽ. ആ ഐക്യം നമുക്ക് സാധിക്കുന്നത് തലയായവനിൽ നിന്ന് നമ്മിൽ കൂടെ ഒഴുകുന്ന സന്ധികളും ഞരമ്പുകളും ചൈതന്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവനുണ്ടാവുകയുള്ളൂ, സമൃദ്ധിയായ ജീവനുണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ശരീരത്തിൽ രക്തയോട്ടം ഇല്ലാത്തയിടത്ത് നമുക്ക് സ്പർശനശേഷി നഷ്ടപ്പെടുന്നു, ബലം നഷ്ടപ്പെടുന്നു, ശരീരത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുന്നു. എവിടെ നിന്നാണ് നമുക്ക് ഈ രക്തയോട്ടം നഷ്ടപ്പെടുന്നത്? തലയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഹൃദയധമനികൾ പ്രവർത്തിക്കുമ്പോൾ, ഹൃദയധമനികളിൽ നിന്നും നമ്മുടെ ഞരമ്പുകളിൽ കൂടെ നമ്മുടെ ശരീര അവയവങ്ങളിലേക്ക് രക്തം പ്രവഹിക്കുമ്പോൾ അവിടെ ജീവനുണ്ടാകുന്നു. ആ രക്തപ്രവാഹം ഇല്ലാതെ വരുമ്പോൾ അവയൊക്കെയും നിർവീര്യമായി പ്രയോജനമില്ലാത്ത അവയവങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനും ലോകത്തിന് നൽകുവാൻ വന്ന കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കും പോലെ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു. ഇന്നും കർത്താവ് നമ്മോടും പറയുന്നത് അതല്ലേ? നമ്മെ ഇന്നും ക്ഷണിക്കുക, നിങ്ങൾ എൻ്റെ ചിറകിൻ കീഴ് വാ. തലയായ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ചൈതന്യം പ്രാപിക്കുക. ചൈതന്യം പ്രാപിച്ച് ഈ നിർജീവ ലോകത്തിൽ, നിർവീര്യ ലോകത്തിൽ സാക്ഷികളായി ജീവിക്കുവാൻ, നിങ്ങൾക്ക് ദൈവകൃപ ലഭിക്കുവാൻ നമ്മെയൊക്കെയും കർത്താവ് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ന് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് സിംഹാസനസ്ഥൻ ആയിരിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിന്നും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ശക്തിയും ഊർജവും പ്രാപിച്ച് നിർവീര്യ ലോകത്തിൽ, നിർജീവ ലോകത്തിൽ ജീവനുള്ള സാക്ഷികളെ ജീവിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ
നമുക്ക് സഹായിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ അതിനായി സമർപ്പിക്കുകയും ചെയ്യാം.